ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ മഹിയുടെയും ഗംഗയുടെയും മുന്നിലേക്ക് ഗൗതമിയും ഗോകുലും എത്തുന്നു. ഞങ്ങളുടെ വീട്ടിൽ അനുവാദമില്ലാതെ നീയൊക്കെ കടന്നു കയറിയല്ലേ, എന്നിട്ട് കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ നോക്കുകയായിരുന്നല്ലടാ എന്ന് ചോദിച്ചുകൊണ്ട് മഹിയുടെയും ഗംഗയുടെയും നേരെ അവർ പാഞ്ഞെടുത്തു. ഉടനെ മഹി പറഞ്ഞു, ഞാൻ എന്തിന് എന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകണം? എനിക്ക് എന്റെ മോളെ തട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് അവളെ കാണണം. അവളെ കാണാതിരിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എന്റെ മോളെ കാണാനായി ഇവിടെ എത്തിയത് എന്ന് മഹി അറിയിച്ചു. ഇത് കേട്ടതും ഉടനെ ഗൗതമി പറഞ്ഞു, നിനക്ക് അത്രയും സ്നേഹം അവളോടുണ്ടായിരുന്നാണല്ലോ നീ എന്റെ മകളെ ഇല്ലാതാക്കിയത്. അതിനുശേഷം നീ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കാനാണെന്ന് പറഞ്ഞ് വർഷങ്ങളോളം നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. എന്നിട്ടോ അവസാനം വിവാഹ ദിവസം തന്നെ, വിവാഹ മുഹൂർത്തത്തിൽ തൊട്ടു മുൻപ് നീ ഈ നിന്റെ മകളെ നോക്കാൻ വന്ന ഇവളുടെ കഴുത്തിൽ താലി കെട്ടി. അതിന് ഇവളും കാരണക്കാരിയാണ് എന്ന് എനിക്കറിയാം എന്ന് ഗൗതമി പറയുന്നു. ഈ സമയത്ത് മഹിയോട് ഗൗതമി ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത് കേട്ട് മഹി പറഞ്ഞു, അതൊക്കെ നിങ്ങൾ എന്തിനെ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ പറയുന്നത് എന്ന് മഹി ചോദിക്കുന്നത് കേട്ട് ഗൗതമി പറഞ്ഞു, എന്തായാലും നീയൊക്കെ ഈ വീട്ടിൽ വന്ന് ഞങ്ങളുടെ മോളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചില്ലേ, അങ്ങനെ നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുമെന്ന് നീ കരുതണ്ട എന്ന് ഗൂഗിൾ അറിയിച്ചതും മഹി ചോദിച്ചു, അതെ, എന്റെ മോള് കുറച്ചെങ്കിലും ഭക്ഷണം കഴിച്ചത് ഇവിടെ ഗംഗ വന്ന് കൊടുത്തത് കൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞത്. ഗൂഗിൾ പറഞ്ഞു, ഞങ്ങള് മോളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോ, മോളെ തിരുത്താനായി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ നീയൊക്കെ അതിന് സമ്മതിക്കാതിരിക്കുകയല്ലേ എന്ന് ചോദിച്ചപ്പോ മഹി പറഞ്ഞു, അങ്ങനെ നീയൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് സ്വഭാവം മാറ്റുകയും നീയൊക്കെ പറയുന്നത് കേട്ട് അതേപടി അനുസരിക്കാനും പോകുന്ന, അങ്ങനെ മനസ്സ് മാറ്റിയെടുക്കാൻ കഴിയുന്നതല്ലേ കൊച്ചുകുട്ടികളുടേത് എന്ന് ഗോകുലിനോട് മഹി ദേഷ്യപ്പെട്ടു. എന്തായാലും നീ ഇവിടെ നിന്ന് രക്ഷപ്പെടില്ലടാ, നിന്നെ ഞാൻ അങ്ങനെ പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് മഹിയുടെ നേരെ എത്തിയ ഗോകുലിനെ തട്ടിമാറ്റി മഹി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കാണിച്ചു തരാം, എനിക്ക് പോകാൻ കഴിയുമോ ഇല്ലയോ എന്ന് ഞാൻ കാട്ടിത്തരാവടാ എന്ന് പറഞ്ഞ് മഹി വേഗം ഗോകുലിനെ തള്ളിമാറ്റി പോകാനായി ശ്രമിച്ചു. അപ്പോഴേക്കും ഗോകുല് പറഞ്ഞു, അതെ, നീ അങ്ങനെ എന്റെ വീട്ടിൽ അതിക്രമിച്ച് കടന്ന് ഇവിടുന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതിന് നിന്നെ അങ്ങനെയൊന്നും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല. വ്യക്തമായ തെളിവുകൾ എന്റെ പക്കൽ ഉണ്ടടാ. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ ഇന്ന് ഇവിടുന്ന് പോകാൻ സമ്മതിക്കുകയുമില്ല. നീ നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് മഹിയെയും ഗംഗയെയും പോകാൻ അനുവദിക്കാതെ അവിടെ പിടിച്ചു നിർത്തുകയാണ് ഗോകുലും ഗൗതമിയും. ഉടനെ മഹി പറഞ്ഞു, ഇവിടേക്ക് വരാൻ അറിയാമെങ്കിൽ എനിക്ക് പോകാനും അറിയാം എന്ന് പറഞ്ഞ് മഹി പോകാൻ തുടങ്ങുമ്പോൾ മാളൂട്ടി ഇതെല്ലാം കാണുവാനായി താഴേക്ക് ഇറങ്ങി വന്നു. മഹിയെയും ഗംഗയെയും പോകാൻ സമ്മതിക്കുകയില്ല എന്നും, നീ ഇവിടെ കൃത്യമായി ഇവിടേക്ക് വന്നു കയറി, നീ ഈ വീട്ടിൽ അതിക്രമിച്ച് കയറി എന്നതിനുള്ള വ്യക്തമായ എവിഡൻസ് ഞങ്ങൾക്കുണ്ടാക്കി തരികയും ചെയ്തു. അതിൽ കൂടുതലൊന്നും ഇനി നീ ചെയ്യണ്ട. എന്തായാലും നിന്നെ പൂട്ടാനുള്ള വഴി നീ തന്നെ എനിക്ക് ഒരുക്കി തന്നല്ലോ, അതിനൊത്തിരി നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഗോകുൽ സംസാരിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. അത് കേട്ടതും ഗൗരിയുടെ ആത്മാവും അവിടേക്ക് എത്തി. അയ്യോ, ഇത് ആകെ പ്രശ്നമായല്ലോ, മഹിയേട്ടനെയും ഗംഗയെയും പോലീസ് പിടികൂടുമല്ലോ എന്ന ആശങ്ക ആ നിമിഷം ഗൗരിയുടെ മനസ്സിലേക്കും കടന്നു വന്നു. ഉടനെ തന്നെ അകത്തേക്ക് പോലീസ് ജീപ്പിൽ നിന്ന് ഇറങ്ങിയ CI സാറും മറ്റു പോലീസുകാരും കൂടി അകത്തേക്ക് കയറിയെത്തി. ഉടനെ തന്നെ ഗൂഗിൾ പറഞ്ഞു, കണ്ടുടാ, കൃത്യസമയത്ത് തന്നെ നിയമപാലകർ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. നിന്നെയൊക്കെ പിടികൂടാനായിട്ട് കൃത്യമായി ഞാൻ പറഞ്ഞിട്ട് അവരെത്തുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോ അവിടേക്ക് എത്തിയ CI സാറിനോട് മഹി പറഞ്ഞു, സർ, ഞാൻ എന്റെ മോളെ കാണാനായിട്ട് വന്നതാണ്. അപ്പോഴേക്കും ഗംഗയും പറഞ്ഞു, അതെ, ഞങ്ങൾ മോളെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്, അല്ലാതെ മോളെ തട്ടിക്കൊണ്ടു പോകാനൊന്നും എത്തിയതല്ല എന്ന് പറഞ്ഞപ്പോ CI സാർ ചോദിച്ചു, അല്ല, നിങ്ങൾ പറഞ്ഞിട്ടാണോ ഇവരിവിടെ വന്നത് എന്ന് അന്വേഷിച്ചു. ഉടനെ ഗൗതമിയും ഗോകുലും പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ആരെയും വിളിച്ചിട്ടില്ല, ഞങ്ങളുടെ അനുവാദമില്ലാതെ ഞങ്ങളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറിയതാണ് ഇവർ എന്ന് പറഞ്ഞപ്പോ ഉടനെ CI സാർ പറഞ്ഞു, അതെ മിസ്റ്റർ മഹി, നിങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കോടതി അലക്ഷ്യമാണ്. കാരണം കോടതി കൃത്യമായി നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണല്ലോ ഇവിടെ ഇങ്ങനെ അതിക്രമിച്ച് കയറുന്നതും. കോടതി ഇപ്പോൾ കുട്ടിയെ ഇവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോടതിയുടെ വാക്കുകളെ ലംഘിച്ചുകൊണ്ട് നിങ്ങൾ ഗോകുലിന്റെ അമ്മയുടെ അനുവാദമില്ലാതെ ഈ വീട്ടിൽ കയറിയതിന് അത് തന്നെ വലിയ തെറ്റായി പോയി. അതുകൊണ്ട് മഹി, തൽക്കാലം നിങ്ങളെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് മഹിയോട് CI സാർ അറിയിച്ചു. അത് കേട്ടതും മഹി ആകെ ടെൻഷനോടെ ഗംഗയെ നോക്കി. സർ, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മഹി ആവർത്തിച്ച് പറയുമ്പോൾ ഗംഗയും അത് തന്നെ പറയുന്നത് കേട്ട് ഉടനെ തന്നെ CI സാർ പറഞ്ഞു, ശരിയാണ്, പക്ഷേ ഇവരുടെ അനുവാദമില്ലാതെ ഇവരുടെ വീട്ടിൽ ഇപ്പോൾ നിങ്ങൾ അതിക്രമിച്ച് കയറിയിരിക്കുകയാണ്. മഹി, ഇത് ചെയ്തത് വലിയ തെറ്റായി പോയി എന്ന് CI സാർ മഹിയെ താക്കീത് ചെയ്തു. അവസാനം മഹിയോട്
ജീപ്പിൽ കയറണമെന്ന് അവർ ആവശ്യപ്പെടുന്നത് കേട്ട് മഹി ജീപ്പിൽ കയറാനായി പോകാൻ തുടങ്ങുമ്പോൾ ഉടനെ തന്നെ അവിടുന്ന് ഗോകുൽ പറഞ്ഞു, സർ, ഇത് കേസ് ഭവനഭേദനമാണ്. അങ്ങനെയുള്ള ഒരു പ്രതിയെ സാറ് ഈ രീതിയിലാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നതെങ്കിൽ വ്യക്തമായ എവിഡൻസ് ഞാൻ കോടതിയുടെ മുന്നിൽ ഹാജരാക്കും. സാറിന് നേരെയും ചോദ്യങ്ങൾ ഉയരും എന്ന് ഗോകുൽ ഉടനെ തന്നെ സി എ സാറിനോട് പറയുന്നു. സി എ സാറിന് നേരെയുള്ള ഗോകുലിന്റെ വാക്കുകൾ കേട്ട് സി എ സാറ് തനിക്ക് പ്രശ്നമായി വരുന്ന രീതിയിലാണ് ഗോകുൽ സംസാരിക്കുന്നത് മനസ്സിലായതോടെ അവസാനം മഹിയെയും ഗംഗയെയും അറസ്റ്റ് ചെയ്യാനും അവരുടെ കയ്യിൽ വിലങ്ങണിയിക്കുവാനും സി എസ് ആർ അറിയിച്ചു. അങ്ങനെ സി എസ് ആറിന്റെ നിർബന്ധപ്രകാരം, ഗോകുലിന്റെ നിർബന്ധപ്രകാരം സി എസ് ആർ പറയുന്നത് കേട്ട് അവസാനം ഗംഗയുടെയും മഹിയുടെയും കയ്യിൽ വിലങ്ങുകൾ അണിയിച്ചുകൊണ്ട് ഗോകുലിന്റെ വീട്ടിൽ നിന്ന് വനിതാ പോലീസും മറ്റു പോലീസുകാരും മഹിയെയും ഗംഗയെയും കൂട്ടി അവിടുന്ന് ജീപ്പിൽ അവിടുന്ന് പുറപ്പെട്ടു. ഈ കാഴ്ച കണ്ട് മാളു അവിടെ നിന്ന് വല്ലാതെ സങ്കടപ്പെട്ടു. എന്റെ അച്ഛനെ കൊണ്ടുപോകല്ലേ, ഗംഗയെ കൊണ്ടുപോകല്ലേ, അവരൊന്നും ചെയ്തിട്ടില്ല, അവരെന്നെ കാണാൻ വന്നതാ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും മാളു അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. ഈ സമയത്ത് ഗൗതമി മാളുവിനെ ബലമായി പിടിച്ചുകൊണ്ട് പോന്നു. മോളെ, മോളിങ്ങി വന്നേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാളുവിനെ ബലമായി പിടിച്ചെടുത്തുകൊണ്ട് അവർ അവിടെ നിന്ന് മാറുന്നു. ഈ സമയത്ത് മാളു ആ വാതിക്കൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. എന്റെ അച്ഛൻ, എന്റെ ഗംഗ, അവരെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ്, പോലീസ് അംഗങ്ങളെ അവരൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും മാളൂട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ടേയിരുന്നു. മോളങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗോകുലും ഗൗതമിയും മഹിയെയും ഗംഗയെയും പോലീസ് പിടിയിലാക്കിയതിന്റെ സന്തോഷത്തിൽ നിന്നു. അതിനുശേഷം പിറ്റേന്ന് രാവിലെ വക്കീലിനെ കാണുവാനായി ഗോകുൽ എത്തി. ഇത് കേട്ട ഉടനെ വക്കീൽ പറഞ്ഞു, ഗോകുൽ, ഇത് മാത്രം മതി, ഇതോടെ നമുക്ക് അവരുടെ കേസ് അല്ലെങ്കിൽ അവർക്ക് പ്രതികൂലമാക്കി നമുക്ക് അനുകൂലമാക്കിയും കേസ് വിധിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ എവിഡൻസും അവർ തന്നെ നമുക്ക് റെഡിയാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തന്നെ മഹിയും ഗംഗയും പോലീസ് പിടിയിലായതോടെ പാതി നമ്മൾ ഈ പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ നമ്മൾ വിജയിച്ച രീതിയിൽ തന്നെയാണ്, വിജയിച്ചതിന് തുല്യമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി അക്കാര്യം ഓർത്ത് ടെൻഷൻ ആവേണ്ടതില്ല ഗോകുൽ എന്ന് ഗോകുലിനോട് വക്കീൽ അറിയിച്ചു. അത് കേട്ട ഉടനെ ഗോകുൽ പറഞ്ഞു, വക്കീലെ, ഇപ്പോഴത്തെ ഈ വിജയം നമ്മളിപ്പോൾ വിജയിച്ചു എങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റും വക്കീലിന് മാത്രമുള്ളതാണ്. വക്കീലിന്റെ മാത്രം അവസരോചിതമായ ബുദ്ധി സാമർഥ്യം കൊണ്ട് മാത്രമാണ് ഇപ്പോ ഇങ്ങനെ ഒരു അനുകൂലമായ നിലപാട് കോടതി നമുക്ക് ആയി വിധിക്കാനുള്ള കാരണമെന്ന് വക്കീലിനോട് ഗോകുൽ അറിയിച്ചു. ഇതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല വക്കീലെ എന്ന ഗോകുലിന്റെ വാക്കുകൾ കേട്ട് വക്കീല് പറഞ്ഞു, നന്ദിയൊന്നും വേണ്ട ഗോകുൽ, ഞാൻ പറഞ്ഞല്ലോ, നന്ദിയൊന്നും ഇത്തരം വാക്കുകളിലൂടെ എന്നോട് പ്രകടിപ്പിക്കണമെന്നില്ല, മറിച്ച് കൃത്യമായി ആ നന്ദി എനിക്ക് മുന്നിൽ കാട്ടിത്തന്നാൽ മാത്രം മതി എന്ന് വക്കീല് ഗോകുലിനോട് അറിയിക്കണം. ഗോകുൽ വക്കീലിന്റെ വാക്കുകൾ കേട്ട് ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ മഹിയും ഗംഗയെയും പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിൽ കിടത്തി. അങ്ങനെ ഇരുവരെയും ലോക്കപ്പിൽ അടച്ചിരിക്കുന്ന കാഴ്ച കണ്ട് ദേവയാനിയും ശ്രേയയും ആകെ വിഷമത്തോടെ അവരെ നോക്കി. ഇന്ദ്രൻ അവർക്കുള്ള ജാമ്യാപേക്ഷയുമായി സി എസ് ആറിന് മുന്നിലേക്ക് എത്തുന്നു. ഉടനെ തന്നെ ജാമ്യം കിട്ടിയതിന്റെ ആ നിമിഷത്തിൽ കോൺസ്റ്റബിൾ വന്ന് ലോക്കപ്പ് തുറന്നതും ഇരുവരെയും ഒന്നിച്ച് ഒരു ലോക്കപ്പിൽ ഇട്ടിരിക്കുന്ന കാഴ്ച കണ്ട് ഉടനെ വക്കീലിനോടും ഒപ്പം നിന്ന ദേവയാനിയോടുമായി ആ കോൺസ്റ്റബിൾ പറഞ്ഞു, അതെ, ഇവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായതുകൊണ്ടാണ് ഇവരെ ഒന്നിച്ചിട്ടത്. ഇത് നിയമപരമായിട്ടുള്ള കാര്യവുമല്ല, നിയമപരമായി അങ്ങനെ ചെയ്യാറില്ലാത്തതുമാണ്, ഇതിവിടെ ഒരിക്കലും ചെയ്യാറില്ലാത്ത കാര്യവുമാണ് എന്ന് പറഞ്ഞ് ആ കോൺസ്റ്റബിൾ അവിടെ നിന്ന് മടങ്ങി. ഉടനെ തന്നെ ഇന്ദ്രൻ മഹിയോട് ദേഷ്യപ്പെട്ടു. മഹി, നീ എന്ത് മണ്ടത്തരമായി കാണിച്ചത്, എന്ത് ബുദ്ധിമോശമായി കാണിച്ചത്, ഇങ്ങനെയൊരു കേസ് നടക്കുമ്പോൾ കേസ് അവർക്ക് അനുകൂലമായി വരുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണോ നീ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് മഹിയോട് ഇന്ദ്രൻ താക്കീത് ചെയ്യുമ്പോൾ കേട്ട് നിന്ന ശ്രേയ പറഞ്ഞു, ഇതിനെല്ലാം കാരണം ആ ഗംഗ തന്നെ ആയിരിക്കുമല്ലോ, അവളായിരിക്കുമല്ലോ മഹിയേട്ടന് ഇങ്ങനെ ഒരു ബുദ്ധി പറഞ്ഞു കൊടുത്തത് എന്ന് ഗംഗയെ കുറ്റപ്പെടുത്തി ശ്രേയ സംസാരിക്കുന്നത് കേട്ടതും ഗംഗ പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല ശ്രേയച്ചി. മഹിയേട്ടന്റെ മാളുവിനെ കാണാതെയുള്ള സങ്കടം കണ്ടപ്പോ മഹിയേട്ടനോട് ഞാനാ പറഞ്ഞത് മാളുവിനെ പോയി കാണാമെന്ന്, അങ്ങനെ മഹിയേട്ടനെ കൂട്ടിക്കൊണ്ട് പോയതാണെന്ന് പറഞ്ഞതും ദേവയാനി പറഞ്ഞു, മഹി, നിനക്കെങ്കിലും അല്പം ബുദ്ധിയില്ലേ, ഇപ്പോ കേസ് ഇങ്ങനെ നടക്കുന്ന സ്ഥിതിക്ക് കോടതിയിൽ കേസുള്ളപ്പോ നീ ഇതുപോലെ ഇവള് പറഞ്ഞത് കേട്ട് ഇതുപോലൊരു ബുദ്ധിമോശം കാണിക്കാൻ പാടുണ്ടായിരുന്നോ മഹി എന്ന് ദേവയാനി മഹിയെ താക്കീത് ചെയ്തു. എല്ലാം കേട്ടതിന് ശേഷം മഹി പറഞ്ഞു, അമ്മേ, എന്റെ സങ്കടം കണ്ടിട്ടാണ് ഗംഗ എന്നോട് മാളുവിനെ കാണാൻ പോകാമെന്ന് പറഞ്ഞത്, അതുകൊണ്ട് ഗംഗയെ ഇതിന്റെ പേരിൽ ആരും കുറ്റപ്പെടുത്തണ്ട എന്ന് മഹി എല്ലാവരോടുമായി അറിയിച്ചു. ഉടനെ ഇന്ദ്രൻ പറഞ്ഞു, എന്തായാലും മഹി, ഇനി നമുക്ക് കേസ് അനുകൂലമാകണമെന്നുണ്ടെങ്കിൽ മാളുവിന്
ആ നഷ്ടപ്പെട്ട ഓർമ്മ മടങ്ങി വന്നാൽ മാത്രമേ മോളെ ഇനി നമുക്ക് തിരിച്ചു കിട്ടൂ. അതുവരെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ യാതൊരു രീതിയിലും ഒരു നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്ന് മഹിയോട് ഇന്ദ്രൻ പറയുന്നു. ഇന്ദ്രന്റെ വാക്കുകൾ കേട്ട് ആകെ വിഷമത്തോടെ മഹിയും ഗംഗയും നിൽക്കുമ്പോൾ മഹി പറഞ്ഞു, അതെ, എന്തായാലും ജാമ്യം കിട്ടിയില്ലേ, ഇനി നമുക്ക് പോകാലോ എന്ന് ചോദിച്ചതും ശരി നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഗംഗയെയും വിളിച്ചുകൊണ്ട് മഹി ഇന്ദ്രനെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങുന്നു. ദേവയാനിയും ശ്രേയയും അതിന് പിന്നാലെ അവിടെ നിന്ന് മടങ്ങി. അതിനുശേഷം മാളുവിന്റെ അരികിലേക്ക് എത്തിയ ഗോകുലും ഗൗതമിയും മാളുവിനോട് ഗംഗയെയും മഹിയെയും കുറിച്ച് പറഞ്ഞു. എന്റെ അച്ഛനും ഗംഗയും എന്നെ കാണാൻ വന്നതാണെന്ന് മാളു പറഞ്ഞപ്പോ ഉടനെ അവർ രണ്ടുപേരും പറഞ്ഞു, മോളോടുള്ള സ്നേഹമൊക്കെ അവർ വെറുതെ കാണിക്കുന്നതാണ്, മോളെ ഒത്തിരി ഇഷ്ടമാണെന്നൊക്കെ അവർ വെറുതെ അഭിനയിച്ച് കാണിക്കുന്നതാണ്, മോളെ അവർ വെറുതെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് മോളെ, അതുകൊണ്ട് അവർക്ക് മോളോട് ശരിക്കും ഇഷ്ടമൊന്നും ഉണ്ടായിട്ടല്ല എന്നൊക്കെ പറഞ്ഞത് കേട്ട് പെട്ടെന്ന് മാളു പറഞ്ഞു, അല്ല, എന്നെ ഒത്തിരി ഇഷ്ടമായി എൻ്റെ അച്ഛനും ഗംഗയ്ക്കും, എന്നെ കാണാൻ വേണ്ടിയല്ലേ അവരിവിടെ വന്നത് എന്ന് ചോദിച്ചു. അല്ല, മോളെ ആരാ തട്ടിക്കൊണ്ടു പോയത്, അന്ന് മോളെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടത് ഗംഗയായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ മാളു പറഞ്ഞു, അതെ, ഗംഗയെ വിട്ടത്. മോളെ അവിടുന്ന് തട്ടിക്കൊണ്ടുപോയത് ആരാ എന്ന് ചോദിച്ചതും മാളു അറിയില്ല എന്ന് മറുപടി നൽകി. ഉടനെ മോളെ കിണറ്റിലിട്ടതാരാ എന്ന് ചോദിച്ചപ്പോ അതും അറിയില്ല എന്നായിരുന്നു മാളുവിന്റെ മറുപടി. ഉടനെ തന്നെ ഗോകുല് വീണ്ടും അടുത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരുങ്ങുമ്പോ ഗൗതമി പറഞ്ഞു, വേണ്ട മോനെ, ഇനി മോളെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കണ്ട, അതുകൊണ്ട് തൽക്കാലം മോള് വിശ്രമിച്ചോട്ടെ, പിന്നെ നാളെ രാവിലെ ഗംഗയും മഹിയും ഒക്കെ കോടതിയിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെയും അവർ വന്നിട്ടുണ്ടാകും, മോള് ഒരു കാരണവശാലും അവരെ കണ്ടാൽ അവരോട് സംസാരിക്കാനായിട്ട് പോകരുത് കേട്ടോ എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ മാളു ചോദിച്ചു, അതെന്താ എന്ന് ചോദിച്ചപ്പോ അങ്ങനെ സംസാരിച്ചാൽ അവർക്ക് കോടതി അവരെ വെറുതെ വിടില്ല, മോള് സംസാരിക്കാതിരുന്നാൽ മാത്രമേ കോടതി അവരെ വെറുതെ വിടൂ എന്ന് മാളുവിനോട് കളവ് പറയുന്നു ഗോകുലും ഗൗതമിയും. അത് കേട്ട മാളു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനോടും ഗംഗയോടും സംസാരിക്കില്ല, അവരെ രക്ഷപ്പെട്ടോട്ടെ, അവരെ പോലീസ് പിടിച്ചുകൊണ്ട് പോയതല്ലേ, അതുകൊണ്ട് കോടതിയിൽ ചോദിച്ചാൽ ഞാൻ അവരോട് മിണ്ടാതിരുന്നോളാം, അവരോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞു. ഉടനെ മാളുവിനോട് ഗൗതമി പറഞ്ഞു, മോളെ, നാളെ കോടതിയിൽ ചെല്ലുമ്പോൾ കോടതിയിൽ നിന്നും ഇതുപോലെയുള്ള ചോദ്യങ്ങൾ മോൾക്ക് നേരെ ഉണ്ടാകും. കോടതിയിൽ വെച്ച് ചോദിക്കും, മോളെ ആരാണ് തട്ടിക്കൊണ്ടു പോയതെന്നും ആരാണ് മോളെ കിണറ്റിലിട്ടതെന്നൊക്കെ. അപ്പോ അറിയില്ല എന്ന് പറഞ്ഞതുപോലെ അവിടെയും അങ്ങനെ തന്നെ മോള് പറഞ്ഞാൽ മതി എന്ന് ഗോകുൽ മാളുവിനെ പറഞ്ഞ് മനസ്സിലാക്കി. എല്ലാം കേട്ടതിന് ശേഷം ശരിയെന്ന് മാളു സമ്മതിച്ചു. അങ്ങനെ പറഞ്ഞാലേ മോളുടെ ഗംഗയെയും മഹിയെയും വെറുതെ വിടൂ എന്ന് കൂടി അവർ പറഞ്ഞത് കേട്ട്, എന്നാൽ ഞാൻ ഒന്നും പറയില്ല എന്ന് മാളു അവരോട് മറുപടി നൽകി. ഇനി മോൾ കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞ് ഗൗതമിയും ഗോകുലും അവരുടെ ആഗ്രഹം സാധിച്ചെടുത്തു എന്നതിന്റെ സന്തോഷത്തിൽ അവർ പതുക്കെ അവിടെ നിന്ന് മടങ്ങി. ഈ സമയത്ത് മഹി റൂമിലെത്തി ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഗംഗ അവിടേക്ക് എത്തുന്നു. മഹി ആകെ വിഷമിച്ച് തകർന്ന മനസ്സുമായിട്ട്, എൻ്റെ മോളെ എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അവൾ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഗംഗയെ ജീവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ മാളുവിന്റെ കാര്യത്തിലുള്ള മഹിയുടെ ആശങ്ക കേട്ട് ഗംഗ പറഞ്ഞു, മഹിയേട്ടൻ വിഷമിക്കാതെ, അങ്ങനെയൊന്നും സംഭവിക്കില്ല, മാളൂട്ടി നമ്മുടെ അരികിലേക്ക് വരും, മഹിയേട്ടൻ്റെ അരികിലേക്ക് തീർച്ചയായിട്ടും വരും, മാളുവിന് മഹിയേട്ടനില്ലാതെ കഴിയാൻ സാധിക്കില്ലല്ലോ, ജീവിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് മഹിയേട്ടൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്ന് മാളുവിനെ സമാധാനിപ്പിച്ചതുപോലെ മഹിയേട്ടനെയും ഗംഗ സമാധാനിപ്പിച്ചു. ഇത് കേട്ട മഹി പറഞ്ഞു, എങ്കിലും മാളു, എൻ്റെ പൊന്നുമോളെ ഞാൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞാൽ എങ്ങനെ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയും? എൻ്റെ പൊന്നുമോൾക്ക് പകരം ഞാൻ എന്ത് വേണമെങ്കിലും അവർക്ക് നൽകാം, എനിക്ക് എൻ്റെ മോളെ മാത്രം മതി, എനിക്ക് പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയായി ദൈവം എന്നിൽ നിന്ന് അടർത്തിക്കൊണ്ട് പോവുകയാണ്, ആദ്യം എൻ്റെ ഗൗരി, ഇപ്പോ എൻ്റെ മാളു എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടപ്പം ഗംഗ പറഞ്ഞു, മഹിയേട്ടൻ വിഷമിക്കാതെ, മാളുവിനെ നമുക്ക് തിരിച്ചു തരും, മഹിയേട്ടൻ്റെ സ്നേഹം, മാളുവിനോടുള്ള മഹിയേട്ടൻ്റെ സ്നേഹം അത് ശ്രീ മഹേശ്വരൻ അറിയാം, മഹിയേട്ടൻ മാളുവിനെ സ്നേഹിക്കുന്നത് പോലെ മറ്റാർക്കും മാളുവിനെ സ്നേഹിക്കാനാവില്ല എന്ന് മഹിയോട് ഗംഗ അറിയിച്ചു. മഹിയാകെ തകർന്നങ്ങനെ ഇരിക്കുമ്പോൾ ഗംഗ അരികിലേക്ക് എത്തി പറഞ്ഞു, മഹിയേട്ടൻ തളർന്നു പോകല്ലേ, ശ്രീ മഹേശ്വരൻ തീർച്ചയായിട്ടും മാളുവിന്റെ നഷ്ടപ്പെട്ട ഓർമ്മ തിരിച്ചു കൊടുക്കും, അതുകൊണ്ട് മഹിയേട്ടൻ സങ്കടപ്പെടാതെ, എല്ലാം ശരിയാകും മഹിയേട്ട എന്ന് പറഞ്ഞ് ഗംഗ അരികിലേക്ക് ചെന്നതും വേഗം മഹി ഗംഗയെ തൻ്റെ അരികിലേക്ക് ചേർത്ത് പിടിച്ചു. അരികിൽ വന്നു നിന്ന ഗംഗയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അങ്ങനെ ഗംഗയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മഹി ഗംഗയുടെ നെഞ്ചിലേക്ക് ചാരി കരയുന്നു. മഹി അങ്ങനെ നെഞ്ചിൽ ചാരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഗംഗ
മഹിയെ നോക്കിയിട്ട് പറഞ്ഞു, മഹിയേട്ടാ, മഹിയേട്ടൻ ഇങ്ങനെ സങ്കടപ്പെടല്ലേ എന്ന് പറഞ്ഞ് മഹിയുടെ മുഖമുയർത്തിയതും മഹി ആകെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് ഗംഗ പറഞ്ഞു, മഹിയേട്ടാ, മഹിയേട്ട സങ്കടപ്പെടാതെ, എല്ലാം ശരിയാകും. നാളെ ശ്രീ മഹേശ്വരൻ തീർച്ചയായിട്ടും മാളൂട്ടിയുടെ ഓർമ്മ തിരിച്ചു നൽകും എന്ന് പറഞ്ഞതും മഹി പറഞ്ഞു, ഗംഗെ, നീ ശ്രീ മഹേശ്വരനോട് പ്രാർത്ഥിക്ക്, എൻ്റെ മോളെ എനിക്ക് തിരിച്ചു തരാനായിട്ട്. എൻ്റെ മോളെ എനിക്ക് വേണം, അവളെ എനിക്ക് തിരിച്ചു വേണം. അതിന് ശ്രീ മഹേശ്വരനോട് നീ പ്രാർത്ഥിക്കണേ ഗംഗെ എന്ന് മഹി ഗംഗയോട് ആവശ്യപ്പെട്ടു. മഹിയുടെ വാക്കുകൾ കേട്ട് ഗംഗ ചിരിച്ചുകൊണ്ട് മഹിയെ നോക്കി. മഹിയേട്ടൻ വിഷമിക്കാതെ, ഒന്നും സംഭവിക്കില്ല മഹിയേട്ട എന്ന് പറഞ്ഞ് ഗംഗ മഹിയെ സമാധാനിപ്പിച്ചു. ഞാൻ പ്രാർത്ഥിക്കും ശ്രീ മഹേശ്വരനോട് എന്നെ മഹിയേട്ടൻ്റെ അരികിലേക്ക് മാളൂട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ. എനിക്കറിയാം മഹിയേട്ടന് മാളൂട്ടിയോടുള്ള സ്നേഹവും മഹിയേട്ടൻ്റെ ഇപ്പോഴത്തെ വേദനയും. അതുകൊണ്ട് മഹിയേട്ടൻ സങ്കടപ്പെടാതെ എന്ന് പറഞ്ഞ് മാളുവിൻ്റെ കാര്യമോർത്ത് വിഷമിച്ചു കൊണ്ടിരിക്കുന്ന മഹിയെ വീണ്ടും വീണ്ടും ഗംഗ സമാധാനിപ്പിക്കണം. അതിനുശേഷം മഹിയോട് ഗംഗ കിടന്നോളാനെ അറിയിച്ചു. ഗംഗയോട് മഹി പൊയ്ക്കോളാൻ പറയുകയും താൻ കിടന്നോളാമെന്ന് സമ്മതിക്കുന്നത് കണ്ട് മഹി പറഞ്ഞു, വേണ്ട, മഹിയേട്ടൻ കിടന്നതിന് ശേഷം മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോകൂ എന്ന് പറഞ്ഞ് മഹിയുടെ അരികിൽ ഗംഗ കാത്തു നിന്നു. അവസാനം മഹിയെ ഗംഗ ആ ബെഡിലേക്ക് കിടത്തി ഷീറ്റ് മഹിയെ പുതപ്പിച്ച് അവിടുത്തെ ലൈറ്റും ഓഫ് ചെയ്ത് ഗംഗ പതുക്കെ വാതിലടയ്ക്കാനായി നോക്കി. ഈ സമയത്ത് മഹി ഗംഗയെ നോക്കുന്നത് കണ്ട് ഗംഗ പതിയെ വാതിൽ ചാരിയിട്ട് അവിടെ നിന്ന് വിഷമത്തോടെ തൻ്റെ റൂമിലേക്ക് ചെല്ലുന്നു. റൂമിലേക്ക് വന്ന ഗംഗ മാളുവിനെ നഷ്ടമായതിൻ്റെ വേദനയെ ശ്രീ മഹേശ്വരൻ്റെ മുന്നിലെത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൊഴുകൈകളോടെ ശ്രീ മഹേശ്വരനോട് ഗംഗ പ്രാർത്ഥിച്ചു. എൻ്റെ ശ്രീ മഹേശ്വര, മഹിയേട്ടൻ്റെയും എൻ്റെ മാളുവിൻ്റെയും സങ്കടം എനിക്ക് കാണാൻ കഴിയുന്നില്ല. അത് കണ്ടു നിൽക്കാനുള്ള ശക്തി എനിക്കില്ല ശ്രീ മഹേശ്വര. അതുകൊണ്ട് ശ്രീ മഹേശ്വരൻ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. എൻ്റെ മാളുവിനെയും മഹിയേട്ടനെയും ഉടനെ തന്നെ മാളുവിൻ്റെയും മഹിയേട്ടൻ്റെയും വിഷമങ്ങൾ മാറ്റണം. മഹിയേട്ടൻ്റെ അരികിലേക്ക് മാളുവിനെ എത്രയും വേഗം നീ എത്തിക്കണം ശ്രീ മഹേശ്വര. അതിന് ഇനി ഒരു വഴി മാത്രമേ ഞാൻ കണ്ടിട്ട് എനിക്ക് എൻ്റെ മുന്നിൽ കാണുന്നുള്ളൂ. അത് നിനക്ക് മാത്രമേ സാധിക്കൂ ശ്രീ മഹേശ്വര. മാളുവിന് നഷ്ടമായ ഓർമ്മ നീ അത് മാളുവിന് തിരിച്ചു നൽകണേ. മാളുവിൻ്റെ ഓർമ്മ തിരികെ കിട്ടിയാൽ മാത്രമേ മാളുവിനെ ഈ തിരിച്ച് കൈലാസത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. മഹിയേട്ടൻ്റെ അരികിലേക്ക് മാളുവിനെ തിരിച്ചു കൊണ്ടുവരാൻ ആ വഴി മാത്രമേ ഉള്ളൂ. അതിന് നീ കരുണ കാട്ടണേ ശ്രീ മഹേശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗംഗ തൊഴുതങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് ഗൗരിയുടെ ആത്മാവ് വന്നെത്തി. ഗൗരിയുടെ ആത്മാവ് ഗംഗയോട് പറഞ്ഞു, ഗംഗെ, വിഷമിക്കാതെ, മാളുവിൻ്റെ ഓർമ്മ നാളെ തിരിച്ചു കിട്ടും. ഇന്ന് മാളുവിനെ അമ്മയും ഗോകുലേട്ടനും നിങ്ങളുടെ അരികിൽ നിന്ന് കൊണ്ടുപോയെങ്കിൽ അത് മഹിയേട്ടൻ എന്നെ ഇല്ലാതാക്കിയെന്നുള്ള അമ്മയുടെ തെറ്റിദ്ധാരണ കൊണ്ട് മാത്രമാണ്. അമ്മ അങ്ങനെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ മോള് കഴിയുന്നതിൽ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. എൻ്റെ മാളു കഴിയേണ്ടത് മഹിയേട്ടൻ്റെയും ഗംഗയുടെയും ഒപ്പം തന്നെയാണ്. മാളുവിൻ്റെ സന്തോഷവും അതുതന്നെയാണ്. എൻ്റെ മോള് എൻ്റെ വീട്ടുകാർക്കൊപ്പം പോയി നിൽക്കുന്നതിൽ എനിക്കൊട്ടും താല്പര്യമില്ല. അതുമാത്രമല്ല, ഗോകുലേട്ടൻ്റെ മനസ്സിൽ മറ്റെന്തൊക്കെയോ ആലോചനകൾ ഉണ്ട് താനും എന്ന് ഗൗരി ഗംഗയോട് അറിയിച്ചു. നാളെ മാളുവിൻ്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടിയാൽ മാത്രമേ മഹിയേട്ടന് ഈ കേസിൽ വിജയിക്കാൻ കഴിയൂ. മാളുവിനെ ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ. അതിന് ശ്രീ മഹേശ്വരൻ തന്നെ കഴിയണേ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരോടെ തൊഴുതു പ്രാർത്ഥിക്കുന്നു ഗംഗ.